വിട്. ഇനി ഞങ്ങളൊന്ന് സുഖമായിട്ട് ജീവിക്കാമെന്ന് നോക്കട്ടെ. മിണ്ടാണ്ടിരിക്കുന്നവർ വായിലോട്ട് കയറി കുത്തുക. ഇനിയത് നടപ്പില്ല. ഇവനിത് ചെയ്തില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ. എന്തെന്ന് വെച്ചാ ഇവന്റെ അച്ഛനാണല്ലോ. നീ അങ്ങനെ അനാഥനായിട്ട് ഇറങ്ങി പോകേണ്ടവനല്ല. ഞാനും നീ ഒരു ചെറ്റക്കുടലിൽ വിശപ്പ് കൊണ്ട് വലഞ്ഞു കഴിഞ്ഞവരാണ്. ഞാൻ ഈ സ്വർഗത്തിൽ ഇരുന്നിട്ട് നീ നരത്തി പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്നെ അടിച്ചു, നീ എന്നെ അടിച്ചു. ഞാനത് ക്ഷമിച്ചു. നീ എന്നോട് ക്ഷമിക്കണം. നിനക്ക് എന്റെ അച്ഛനോട് സ്നേഹമുണ്ടോ? സത്യത്തിൽ അദ്ദേഹം എന്റെ മാത്രമല്ല, നിന്റെയും അച്ഛനാണ്. പറയൂ ഭാർഗവ, സ്നേഹമുണ്ടോ? ഉണ്ട്. നമുക്ക് ഈ ഊർച്ച ഉണ്ടായത് അച്ഛന്റെ കഴിവുകൊണ്ടാണ്. അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ച ശത്രുവുണ്ട്. നിനക്ക് അവനെ അറിയാം? അറിയാം. ആ സൈക്കിളിസ്റ്റുകാരൻ സുരേഷ് അവനെ ജയിലിൽ കൊണ്ടുവന്ന നേരത്തെ ഞാൻ കണ്ടു. അതെ, അവൻ ശിക്ഷ കഴിഞ്ഞ് നാളെ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. വരുന്ന വഴി അവൻ അവന്റെ വീട്ടിലെത്തരുത്. ആണത്തുള്ള മക്കൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് അവനെ അറിയിക്കണം. ഇല്ല, എന്റെ അച്ഛനൊരു കൊലയാളിയായത് കാരണം എനിക്ക് എന്റെ എല്ലാമായി സുഖം നഷ്ടപ്പെട്ടു. ഞാനൊരു കൊലയാളിയാവില്ല. ഭാർഗവൻ, നിനക്ക് നിന്റെ സുഖം നഷ്ടപ്പെട്ടിട്ടില്ല. ശേഖർ, നീ പറഞ്ഞത് സത്യമാണ്. ഞാൻ പറയുന്ന പോലെ കേട്ടാൽ നീ ഇത് രഹസ്യമായി ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നിന്റെയും സുമത്തിന്റെയും എന്റെയും സുമുഖയുടെയും വിവാഹം ഒരേ ദിവസം നടക്കും. സ്വത്തുക്കൾ നമുക്ക് സമമായി പങ്കം വയ്ക്കാം. നീ ധൈര്യമായിട്ട് ഇപ്പോഴേ പോകും. അവനെ കൊല്ലാൻ ശക്തിയുള്ള 100 ആളുകൾ എനിക്കുണ്ട്. പക്ഷെ നിന്നെയാണ് എനിക്ക് വിശ്വാസം. സുമത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ എനിക്ക് മടിയില്ല. പക്ഷെ അവളെന്റെ മുഖത്തേക്ക് നോക്കുന്ന പോലും ഇല്ലല്ലോ. ശേഖർ, എന്റെ സുമത്തിന് എനിക്ക് കിട്ടൂ. ഭാർഗവൻ, ഞാനല്ലേ പറഞ്ഞത്, നീ ധൈര്യമായി പോകൂ. ഇതാ